ഡൽഹിയിൽ കാർ പൊട്ടിത്തെറിക്കുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. NIA-യുടെ 10-അംഗ സംഘം കേസ് അന്വേഷിക്കുന്നു. NSG കണ്ടെടുത്ത തെളിവുകളുടെ പരിശോധനാ ഫലം നിർണായകമാകും. സൈന്യം ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഭീകരർ ഉപയോഗിച്ചതായി സൂചന. ജമ്മുകശ്മീരിലും ഫരീദാബാദിലും ഒരേ സമയം പരിശോധന. നൌഗാം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ N വാസുവിന് പിന്നാലെ SIT അന്വേഷണം പത്മകുമാറിലേക്ക്. ഹാജരാകാൻ സാവകാശം തേടി പത്മകുമാർ. തട്ടിപ്പ് മുഴുവൻ ദേവസ്വം ബോർഡ് അറിഞ്ഞെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ രാഷ്ട്രീയ നീക്കം ശക്തമാക്കി കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാലക്കാട് BJP-യിൽ ഭിന്നത രൂക്ഷം. കൃഷ്ണകുമാർ പക്ഷത്തിന്റെ പട്ടിക സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചില്ല. തള്ളിയ പട്ടികയിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ പേരും. കൊച്ചി കോർപ്പറേഷനിലെ 70 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF. BJP പട്ടിക ഉച്ചകഴിഞ്ഞ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെങ്ങാനൂർ വാർഡിൽ ഇടതുമുന്നണിക്ക് 2 സ്ഥാനാർത്ഥികൾ. ഒരു കാര്യം പറയാം. ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്രവർക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പൊ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം കേട്ടോ. വിവാദ പരാമർശവുമായി കേരള സർവകലാശാലയിലെ BJP സിൻഡിക്കേറ്റ് അംഗം. ഡീൻ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് ദളിത് വ്യക്തിയെന്ന് വിനോദ് കുമാർ. ജാതി അധിക്ഷേപം നടത്തിയ ഡീനിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് CPM. വ്യാജ പരാതിയെന്ന് BJP. സ്ഥിര വരുമാനമില്ലാത്ത അമ്മയ്ക്ക് മക്കൾ ജീവനാംശം നൽകണം എന്ന് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. അമ്മയ്ക്ക് ഒന്നും നൽകാനാവില്ലെന്ന് 2 ലക്ഷം രൂപ വരുമാനമുള്ള മകൻ. വിവാഹിതനെന്ന നിലയ്ക്ക് സ്വന്തം കുടുംബത്തെയാണ് സംരക്ഷിക്കേണ്ടതെന്ന വാദം കോടതി തള്ളി. അമ്മയെ സംരക്ഷിച്ചേ മതിയാവൂവെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധി. മറ്റന്നാൾ റിലീസ് ചെയ്യാനിരിക്കെ ദുൽഖർ സിനിമ കാന്ത കോടതി കയറി. നവംബർ 26-ന് ഹാജരാകാൻ ദുൽഖറിന് കോടതിയുടെ നോട്ടീസ്. കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ഭാഗവതരുടെ ബയോപിക് എന്ന് കൊച്ചുമകന്റെ പരാതി. ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ചോദ്യം ചെയ്യാൻ അമിത് ചക്കാലക്കലിന് ED നോട്ടീസ്. ദുൽഖറിനെയും വിളിപ്പിക്കും.